ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു ബാത്റൂം കാര്യങ്ങളൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് കൺജസ്റ്റഡ് ആകാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, എന്തോരം കാര്യങ്ങളൊക്കെ നീളം വീതിയും കാര്യങ്ങളൊക്കെ എന്തോരം വേണമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിൽ തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതിന് ഏറ്റവും ചെയ്യേണ്ട ആദ്യം എല്ലാം ഒരേ ലെയറിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങേറ്റത്ത് കുളിക്കുന്ന ഏരിയ, സെൻട്രൽ ക്ലോസറ്റിൻ്റെ ഏരിയ, കയറി വരുന്ന സ്ഥലത്തായിട്ട് നമുക്ക് വാഷ് ബേസിൻ്റെ ഏരിയ, ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാത്റൂമിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള സ്പേസ് കാര്യങ്ങൾ ഫീൽ ചെയ്യും. അപ്പോൾ ഈ വാഷ് ബേസിൻ്റെ ഏരിയ നമ്മൾ കൊടുത്തിരിക്കുന്നത് 60 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. 60 സെൻറ്റിമീറ്റർ നമ്മൾ അതിനുള്ള ഏരിയ കൊടുത്തു. അതിനുശേഷം പിന്നെ വരുന്ന ഏരിയ ഏകദേശം ഒരു 90 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത്. ഒരു 90 സെൻറ്റിമീറ്റർ നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തു, 60 സെൻറ്റിമീറ്റർ നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തു. ബാക്കി വരുന്ന 90 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 1 മീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ കുളിക്കുന്ന ഏരിയ കൊടുക്കാനുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ കുളിക്കുന്ന സമയത്ത് കൈയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, കൈയൊക്കെ നമ്മൾ തേക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ കൈ കാര്യങ്ങൾ ഭിത്തിയുമ്പോൾ പോയി മുട്ടാതിരിക്കുന്നതിന് ഒരു 100 സെൻറ്റിമീറ്റർ കൊടുക്കാൻ സാധിച്ചാൽ നല്ലത്. ഇനി അതല്ല, അത്രയില്ല, നമുക്ക് 90 സെൻറ്റിമീറ്ററാണ് ഉള്ളതെങ്കിലും വിഷയം വരുന്നില്ല. അപ്പോൾ കുളിക്കുന്ന ഏരിയ നമുക്കൊരു 90 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ, വാഷ് ബേസിൻ്റെ ഏരിയ അല്ല ക്ലോസറ്റിൻ്റെ ഏരിയ 90 സെൻറ്റിമീറ്റർ, വാഷ് ബേസിൻ്റെ ഏരിയ നമുക്കൊരു 60 സെൻറ്റിമീറ്റർ, അങ്ങനെ ടോട്ടൽ വരുന്ന സമയത്ത് കുളിക്കുന്ന ഏരിയ 100 സെൻറ്റിമീറ്റർ നമ്മൾ എടുക്കുന്നതെങ്കിൽ 100 സെൻറ്റിമീറ്റർ പ്ലസ് നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ 90 സെൻറ്റിമീറ്റർ, അപ്പോൾ 190 സെൻറ്റിമീറ്റർ പ്ലസ് നമുക്ക് 60 സെൻറ്റിമീറ്റർ, അപ്പോൾ 200, അതായത് ടോട്ടൽ വരുന്ന സമയത്ത് ഒരു 250 സെൻറ്റിമീറ്ററാണ് ടോട്ടൽ വരുന്ന ഏരിയ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതായത് നമ്മൾ നോർമൽ ലെവലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് കുളിക്കുന്ന ഏരിയ ഒരു 100 കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, 90 ആണെങ്കിലും വിഷയമില്ല. നമ്മളിവിടെ കൂട്ടുന്നത് 100 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് കൂട്ടിയത്. 100 സെൻറ്റിമീറ്റർ കുളിക്കുന്ന ഏരിയ, 90 സെൻറ്റിമീറ്റർ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ, അപ്പോൾ 190 സെൻറ്റിമീറ്റർ. ബാക്കി വരുന്ന 60 സെൻറ്റിമീറ്റർ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 250 സെൻറ്റിമീറ്റർ കൊടുക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്. ഇനി അടിയിലാണെങ്കിൽ നിങ്ങളത് ഫീറ്റിലാണെങ്കിൽ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഒരു ഫീറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ 30.5 സെൻറ്റിമീറ്റർ താഴെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് കണക്ക് കൂട്ടിയാൽ നിങ്ങൾക്കത് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ കുറച്ചുകൂടി സേഫ്റ്റി ആയിട്ട് ചെയ്യാനായിട്ട് ഫ്ലോർ മൗണ്ട് നിലത്ത് ഉറപ്പിക്കുന്ന ക്ലോസറ്റ് ആണെങ്കിൽ ഏറ്റവും സേഫ്റ്റിയാണ്. പിന്നെ ഡൈവേർട്ടർ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നീറ്റാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് ടാപ്പുകൾ, ചൂടുവെള്ളത്തിന് സെപ്പറേറ്റ് ടാപ്പ്, പച്ചവെള്ളത്തിന് സെപ്പറേറ്റ് ടാപ്പ്, അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു ഡൈവേർട്ടർ സിസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ ആ ഡൈവേർട്ടർ ആ ഒറ്റ ലിവറിൽ തന്നെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യാം. ഒരുപാട് ടാപ്പുകൾ വന്നുള്ള മിക്സഡ്, പണ്ടത്തെ രീതിയിലുള്ള മിക്സഡ് ടാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റും. മിക്സഡ് ടാപ്പൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ് കാര്യങ്ങൾ, അത് മാത്രമല്ല ഭയങ്കര റേറ്റും കാര്യങ്ങളും വരുന്നതാണ്. അതുകൂടാതെ തന്നെ ആ മിക്സറിൻ്റെ ടാപ്പിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ നല്ലൊരു ഏരിയ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഡൈവേർട്ടറിൻ്റെ ഏരിയ ഉണ്ടാവും. മുകളിൽ ഒറ്റ ലിവറും താഴെ ഒറ്റ സ്പൗട്ടും, മുകളിൽ ഒരു ഷവറിൻ്റെ ഏരിയ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന കുളിക്കുന്ന ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാണെങ്കിൽ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ട്രാപ്പ് കൊടുക്കുന്നത്, അതായത് വെള്ളം പോകുന്ന ട്രാപ്പ് കൊടുക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു സേഫ്റ്റി, അതായത് ബാത്റൂമിൻ്റെ സേഫ്റ്റി ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ കുളിക്കുന്ന ഏരിയയിലാണ് നമ്മൾ ട്രാപ്പ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എണ്ണയോ സോപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലും കുളിക്കുന്ന ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ നിന്ന് ഒഴുകി നമ്മൾ നിൽക്കുന്ന ഡ്രൈ ഏരിയ ആയിട്ടുള്ള വാഷ് ബേസിൻ്റെ ഏരിയയിലേക്കോ ക്ലോസറ്റിൻ്റെ ഏരിയയിലേക്ക് വരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. തെന്നി വീഴാനുള്ള ചാൻസ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുളിക്കുന്ന ഏരിയയിൽ തൊട്ടടുത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ട്രാപ്പിലൂടെ ആ വെള്ളം, കുളിക്കുന്ന വെള്ളം കാര്യങ്ങളെല്ലാം തന്നെ അതിലൂടെ എണ്ണയും കാര്യങ്ങളെല്ലാം അതിലൂടെ ഒഴുകി ക്ലിയറായിട്ട് ബാത്റൂം എപ്പോഴും നീറ്റായിട്ട് കിടക്കാനും സ്മെല്ല് കാര്യങ്ങൾ കുറയാനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.